പ്രധാനമന്ത്രിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ഇവര് പറയുന്ന പോലെ ഇവിടെ കാണുന്ന ആരെയാണ്? ഞാനെത്താം ശ്രീ വി എസ്. ഞാനെത്താം. ഇപ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നതിന് മുൻപ് പറഞ്ഞ ജസ്റ്റ് ഒരു ബൈറ്റ് ഒന്ന് കേൾക്കാവോ? പ്രിയപ്പെട്ടവരെ, ക്രൈം റെക്കോർഡ് ബ്യൂറോ പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. ശ്രീ പിണറായി വിജയന്റെ ഭരണകാലത്താണ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത്, കൊച്ചുകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നത്, വന്ധ്യവയോധികൾക്ക് പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ വിവാഹമോചനം, ഏറ്റവും കൂടുതൽ സ്ത്രീധന മരണം, ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായ കടന്നാക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ എല്ലാം ഇന്ന് കേരളത്തിൽ നടക്കുകയാണ്. ശ്രീ വി രാജേഷ്, ഏത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയെ കുറിച്ചാണ് അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്? അത് BJPക്ക് മാത്രമായി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന NCRB കണക്ക് പ്രകാരം കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന അങ്ങേയറ്റം കുറവായിട്ട് കൂടി സ്ത്രീകൾക്കെതിരെ അതിക്രമത്തിൽ 1-ാം സ്ഥാനം UPക്കാണ് ശ്രീ വി രാജേഷ്, 2-ാം സ്ഥാനം രാജസ്ഥാനാണ്, 3-ാം സ്ഥാനം ബംഗാളിലാണ്, 4-ാം സ്ഥാനം മധ്യപ്രദേശിലാണ്, കേരളം പിന്നെയും താഴെയാണ്. ഇനി ബലാത്സംഗമാണെങ്കിലോ 1-ാം സ്ഥാനം രാജസ്ഥാനാണ്, 2-ാം സ്ഥാനം മധ്യപ്രദേശിലാണ്, 3-ാം സ്ഥാനം UPക്കാണ്. ഇനി ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞ ഡിവോഴ്സ് കേസിലാണല്ലോ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുള്ള സംസ്ഥാനം ഏറ്റവും കൂടുതൽ കർണാടകമാണ്, 2-ാം സ്ഥാനം UPയാണ്, 3-ാം സ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. കുട്ടികൾക്കെതിരെ അതിക്രമങ്ങളിൽ, കുട്ടികളെ റേപ്പ് ചെയ്യുന്നത്, ആ പട്ടികയിൽ എവിടെയെങ്കിലും കേരളം ഉണ്ടോ? ഏത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയെ കുറിച്ചാണ് അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജ്യം മുഴുവൻ കേൾക്കെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ വിളിച്ചു പറയുന്നത്? ശ്രീ വി രാജേഷ്, താങ്കളുടെ ചോദ്യം അവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ വരാം. താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഒരു 4-5 പേര് വളഞ്ഞിരുന്ന് കഴിഞ്ഞ അരമണിക്കൂറായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം എനിക്ക് തരണം. അതിനുശേഷം താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ VS സുനിൽകുമാർ ചോദിച്ചു, നരേന്ദ്രമോദിയെ എങ്ങനെയാണ് സഹിക്കുന്നത് എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ട സഖാവ് സുനിൽകുമാർ, നരേന്ദ്രമോദിയെ ഈ രാജ്യത്തെ ജനങ്ങൾ ആരാധിക്കുകയാണ്. നരേന്ദ്രമോദിയെ കാരണം CPIയുടെ പാവപ്പെട്ട സഖാക്കൾ ഉൾപ്പെടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അഴിമതി നടത്താതെ ഭരിച്ചതുകൊണ്ട്, ഈ സർക്കാരിൽ പണമുണ്ടായതുകൊണ്ട് സൗജന്യമായി കൊടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്ന ഈ രാജ്യത്തെ നികുതി കൊടുക്കുന്നവരുണ്ടല്ലോ, അവരുൾപ്പെടെ അദ്ദേഹത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ച് അവരുൾപ്പെടെ ആരാധിക്കുകയാണ് അദ്ദേഹത്തെ. ഈ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന പദ്ധതികളുടെ ആനുകൂല്യം അനുഭവിക്കുന്ന കോടിക്കണക്കിന് CPIക്കാർ ഉൾപ്പെടെ. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങയുടെ പാർട്ടിയുടെ കേന്ദ്രമന്ത്രിയെ ഉണ്ടായിരുന്നു ഇന്ത്യ ഗവൺമെന്റിൽ, അങ്ങയുടെ പാർട്ടിയുടെ കേന്ദ്രമന്ത്രി ചതുരാനന്ദ് മിശ്ര ഉൾപ്പെടെ ഉള്ളവർ ഇന്ത്യ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നപ്പോഴേക്കും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ, ഇത്തരത്തിലുള്ള പദ്ധതികൾ CPIക്കാർക്ക് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ലഭിച്ചിട്ടുണ്ടോ? സർ, അത് ലഭിക്കുന്ന സാധാരണക്കാരായ കോടിക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, നരേന്ദ്രമോദി 2014 മത്സരിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ലഭിച്ചത് 283 സീറ്റ്. അന്ന് നിങ്ങൾക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? 2019 നരേന്ദ്രമോദി വീണ്ടും മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത് 303 സീറ്റ്. ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു 450 സീറ്റിൽ NDA വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഉള്ളവർ വോട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിക്ക് ആയതുകൊണ്ടാണ്. 2000-ലും 2009-ലും 2004-ലും 98-ലും CPIക്ക് ഉണ്ടായിരുന്ന പ്രാതിനിധ്യം ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ CPIക്ക് ഉണ്ടോ? എന്തുകൊണ്ടില്ല? നിങ്ങൾക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്നവർ ഉൾപ്പെടെ ഇന്ന് BJPക്ക് വോട്ട് ചെയ്യുന്നു. എന്തുകൊണ്ട് വോട്ട് ചെയ്യുന്നു? മോദിയുടെ ഗ്യാരണ്ടി. നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ പാർട്ടിയും ഒരു കാര്യം പറഞ്ഞാൽ പറയുന്ന കാര്യം ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ അംഗീകാരത്തോടെ നടപ്പിലാക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പുണ്ട്, ലോകത്തിന് ഉറപ്പുണ്ട്. 1950-കളിൽ ഞങ്ങൾ പറഞ്ഞു ഏകീകൃത സിവിൽ കോഡ്, അയോധ്യ, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഞങ്ങൾ നടപ്പിലാക്കുന്നില്ലേ? ഞങ്ങൾ ഓട് പൊളിച്ചല്ല നടപ്പിലാക്കുന്നത് ശ്രീ സുനിൽകുമാർ. ഞങ്ങൾ നടപ്പിലാക്കുന്നത് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ അംഗീകാരം വാങ്ങിച്ചുകൊണ്ട്. അതുകൊണ്ട് അത് ചെയ്ത് മുന്നോട്ട് പോകുന്ന പാർട്ടിയെ ജനങ്ങൾ അംഗീകരിക്കും, അതിന്റെ നേതാവിനെ ജനങ്ങൾ ആരാധിക്കും. ഒരു കാലഘട്ടത്തിൽ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഞങ്ങളുടെ ഐക്കൺ, ഇന്ന് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം നാളെ ബാറ്റൺ മറ്റൊരാളിന് കൈമാറും. അതുകൊണ്ട് അത്തരത്തിൽ വിശാലമായ ക്യാൻവാസിൽ എന്ന് കാണാൻ വേണ്ടി അങ്ങയുടെ പാർട്ടിയും തയ്യാറാകുമോ അന്ന് മാത്രമേ അങ്ങയുടെ പാർട്ടിക്ക് ഈ രാജ്യത്ത് കൂടുതൽ വികസിക്കുവാനും വളരുവാനും സാധിക്കുകയുള്ളൂ. ഞാൻ പരിഹസിക്കുക